ആഹാ അടിപൊളി. ആഹാ ആഹാ അടിപൊളി. പൊളി പൊളി. പൊളേ പൊളേ. എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന ആള്? അയ്യോ സൂപ്പറായിട്ടുണ്ട്. അതേ ആ ഒരു കാര്യത്തിൽ മാത്രമേ കുറവുള്ളൂ, ബാക്കി എല്ലാം കിട്ടില്ല. പറഞ്ഞാലായിരിക്കും കൊണ്ടുവന്ന ആള് മാത്രമേ ഉള്ളൂ കുഴപ്പം. അല്ല, കൊണ്ടുവന്ന ആളോ ഒക്കെയാണ്, പക്ഷെ മറ്റേ ആളാ കുഴപ്പം. മീഡിയേറ്റർ ശരിയായില്ലെന്നല്ലേ? അത് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞു മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. മൾട്ടി അല്ല, സൂപ്പർ മൾട്ടി ആയിരുന്നു അത്. പ്രജിൻ എത്ര ഇവിടെ നോക്കിട്ട് 5 ചെണ്ടയാ, അവിടെ വേറെ ഉണ്ടോ? 6 ചണ്ട, 6 ചെണ്ടയുണ്ട്. 2 ഇലത്താളം. ഓ ഇവിടേക്ക് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. 6 ചെണ്ടയുണ്ട്. വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ഇലത്താളം ഒരിക്കലും അതിനെ ബഹുമാനക്കുറവുണ്ടല്ല, കാലുകൊണ്ട് ചെയ്തോ അത് എന്തെങ്കിലും മൾട്ടി ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഒരിക്കലും കൈയിൽ വെച്ച് ചെയ്യുന്ന സാധനം നമ്മൾ എല്ലാവർക്കും പരിചയമാണ്. പക്ഷെ ഒരിക്കലും കാലിൽ വെച്ച് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാനിങ്ങനെ ഒരു പെർഫോമൻസിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. അത് ക്ഷമിച്ചോളൂ. വളരെ പഠിച്ചിട്ടുണ്ടോ? ഭക്തിയോടുകൂടി. ഓ പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല. ഇല്ല ഇല്ല. കലോത്സവത്തിന് വേണ്ടിയിട്ട് ചെണ്ട മാത്രം, അങ്ങനെ മേളത്തിന് വേണ്ടി, മേളത്തിന് വേണ്ടി, അന്നേരം അല്ലാണ്ട് സ്റ്റേറ്റ് കലോത്സവത്തിന് സ്ഥിരമായിട്ട് ഇങ്ങനെ വായിക്കലോ അങ്ങനെ ഇല്ല ഇല്ല. തെയ്യത്തിന് കൊട്ടാറാണ് നമ്മളെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂരാണ് സ്ഥലം. അതെ അതെ, കണ്ണൂരാണ്. കണ്ണൂർ എവിടെ? കണ്ണൂര് മാട്ടൂൽ എന്ന് പറയുന്നത്. അതെവിടെയാ? മട്ടൂൽ എന്ന് പറഞ്ഞ പ്രദേശം എവിടെയാ? മാട്ടൂല് നമ്മളെ മാടായിക്കാവ് മാടായിക്കാവ്. അമ്പലത്തിന്റെ പിന്നെ ഏകദേശം അടുത്തായിട്ട് വരും. പഴയങ്ങാടി മാട്ടൂൽ എന്ന് പറയും. ഞങ്ങളുടെ പരദേവതയാണ് മാടായിക്കാവ്. അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ അടുത്താണല്ലേ? അതിന്റെ ഒരു 3 കിലോമീറ്റർ അടുത്താണ്. അല്ല, സാധാരണ നമ്മൾ ഈ സൈലോഫോൺ, ജലതരംഗം ഇതൊക്കെയാണ് നമുക്ക് ഈ മൾട്ടി ഇതായിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷെ ചെണ്ടയിൽ ഇങ്ങനെ ഒരു അത്ഭുതം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ നാടൻപാട്ട് ട്രൂപ്പുകളിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു സമിതിയുണ്ട്, കണ്ണൂർ പുൻപുലരി എന്ന് പറഞ്ഞിട്ടൊരു സമിതിയുണ്ട്. അപ്പൊ അതില് 3 ചണ്ട തകില്, പാട്ടിന് 3 ചണ്ട വെച്ച് പെർഫോമൻസ് ചെയ്യലാണ്. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും വെറൈറ്റി വേണല്ലോ എന്ന് വിചാരിച്ച് ചെയ്തൊരു സംഭവമാണ് ഇതിപ്പോ. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റേജിലൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല ഇല്ല, ഇതുവരെ ചെയ്തില്ല. ഇത് ആദ്യമായിട്ട് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത്. സ്റ്റേജിൽ ചെയ്തിട്ടില്ല, പക്ഷെ റീൽസിന് വേണ്ടി കുറെ ചെയ്തിട്ടുണ്ട്. ഇതൊരു തുടക്കമാവട്ടെ. ഒരു കൊറോണ ടൈമിന്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. സൂപ്പർ സൂപ്പർ. പ്രജിനെ നോക്കിയപ്പോ ഒരു 4-5 ചെണ്ട ഇരിക്കുന്നു. ഇത് വെച്ചിട്ട് എന്താ ചെയ്യണം? എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി വെച്ചു. അല്ല, അത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഒരു ചെണ്ടയെന്ന് മറ്റതിലേക്ക് പോകുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. ഈ റണ്ണിങ് ഉണ്ടല്ലോ ലാസ്റ്റ് നിങ്ങൾ വായിച്ചതൊക്കെ അതാണ് ഭയങ്കര. സാധാരണ ഡ്രംസ് വായിക്കുന്നവർക്ക് ഇങ്ങനെ കിടുകിട്ട് സ്നേഹറും ഇതും എല്ലാം കൂടെ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നു. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. ചോദിച്ചാലറിയാം, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എന്താ എങ്ങനെയാവും. ഇപ്പൊ ഇവിടെ ചെയ്തെല്ലാം സ്പോട്ടിൽ എടുത്തിട്ട ഒരു സംസാരിക്കേണ്ട കാര്യമില്ല. അല്ല, പ്രിപ്പയർ അല്ലാത്തോണ്ട് ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ചെണ്ട വിദ്വാൻ ഇവിടെ ആളുണ്ട്. ഈ കൂട്ടത്തില് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്നത് എനിക്കൊന്ന് ദേവി ചേച്ചിക്ക് ആധികാരികമായിട്ട് അറിയത്തില്ല ദൈവമേ. പക്ഷെ ഏറ്റവും അറിയോ? എനിക്ക് തൃശ്ശൂർ പൂരത്തിന് കൊട്ടാൻ പോകുന്നതാണോ ചോദിക്കുന്നത്? അയ്യോ, എങ്ങനെയാന്നറിയോ നമ്മുടെ കൊട്ട് പ്രാക്ടീസ്. ഡെസ്ക് ഉള്ളിടത്ത് കൊണ്ടിരുത്തണം. അത് സെറ്റാണ്. അടുത്ത പെർഫോമൻസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ഒരാള് പാട്ട് പാടാൻ വന്നു കഴിഞ്ഞാല് ഒരു 3 ചണ്ട വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പാട്ടുകാരിയെ ഞാൻ തരാം. പാട്ടുകാരി മതി. അതോ പാട്ടുകാരൻ വേണോ? കാര്യായിരിക്കില്ലേ? ഹേ കാരി, സോറി, ഹേ പാട്ടുകാരി. ഓ, പാട്ടുകാരി ആക്കിയപ്പോ വരൂ ഇങ്ങോട്ടേക്ക്. ഞാൻ വരണോ അങ്ങോട്ട്? വന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് കൂടിക്കോളാം. നമുക്ക് പൊളിക്കാന്ന്. അമ്പലത്തിലേക്ക് കണ്ടാ പോവാൻ നിൽക്കുന്ന ആ കൊച്ചു സുന്ദരി, അവിടേക്ക് സാത്താന്റെ രൂപത്തിൽ ഗൗണിട്ട് വന്ന ഞാൻ. പാട്ട് എങ്ങനെയാണ്? ആര് പാട്ട്? ഇപ്പം നമുക്ക് പാട്ട് പാടേണ്ട സ്ഥിതിക്ക് ചെണ്ടയെ പറ്റി തന്നെ ഒരു പാട്ട് പാടിയേക്കാം. ചെണ്ടയെ പറ്റി. ഓക്കെ, അല്ലേ? അതല്ലേ കറക്റ്റ്. അതാ. പക്ഷെ ഏത് പാട്ടാ പാടുന്നത്? കാട്ടിലെ മാൻ, അത് പാടാം. ഓക്കെ, അപ്പൊ അതിന് എനിക്ക് ചെറിയൊരു സമയം തരാം. ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാനൊരു 3 ചുരുക്കുവാണ്. കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ. കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. ആ കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി
മാരാരു പണ്ടൊരു ചെണ്ട ചെണ്ട താളമിടുന്നോർക്ക് പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നൊരു ചെണ്ട താളമിടുന്നോർക്ക് പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നൊരു ചെണ്ട കാവുകൾ തോറും കറങ്ങുന്ന ചെണ്ട ദേവരെ പുൽകി ഉണർത്തുന്ന ചെണ്ട കാവുകൾ തോറും കറങ്ങുന്ന ചെണ്ട ദേവരെ പുൽകി ഉണർത്തുന്ന ചെണ്ട കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട മേളത്തഴമ്പുള്ള ചെണ്ട കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട മേളത്തഴമ്പുള്ള ചെണ്ട ആ മേളത്തഴമ്പുള്ള ചെണ്ട ആ മേളത്തഴമ്പുള്ള ചെണ്ട ചെണ്ട 3 ചെണ്ട ഉണ്ടായിരുന്നു, അതിൽ ഒരു ചെണ്ട ഞാനായിരുന്നു. ആണോ? അതാ ലാസ്റ്റ് ഒരു ചെണ്ട എന്റെ വൈകിട്ടത്. ആവശ്യമില്ലാത്തൊരു ചെണ്ട നിന്റെ ആയിരുന്നു. പക്ഷെ നല്ലതല്ലായിരുന്നോ? ആരാ Special ചെണ്ട variety. ഇട്ടത്? ഹോയ് ഇട്ടത്? ഞാൻ അതാരാണ് പക്ഷെ പ്രജിനെ അത് ഇഷ്ടപ്പെട്ടു. ഇല്ലേ പ്രജിനെ? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. കുഴപ്പം ഒരാളെങ്കിലും ഈ സ്റ്റേജിൽ കൊള്ളത്തിലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. ഫ്യൂച്ചർ ഉണ്ട് ഞാൻ കാണുന്നു കേട്ടോ. കേട്ടോ. എന്റെ ജീവിതത്തിലൊരു പുതിയ അനുഭവമായിരുന്നു ഇത്. 3 ചെണ്ട വെച്ച് പാടിയത്. 3 ചെണ്ടല്ല, പാട്ട് പാടുമ്പോ ഒരാളുടെ അക്കോമ്പനി കിട്ടുക എന്ന് പറയുന്നത് എന്റെ വലിയ കാര്യം. കേൾക്കാതെ അതാ പറഞ്ഞെ, കുറ്റമൊന്നും പറയാതെ. താങ്ക് യു. കോറസ് ആയിരുന്നു അല്ലെ? കോറസാരെയും പ്രത്യേകം നമ്മള് അവസാനം ഒന്ന് എണീറ്റ് നോക്ക്. സൂപ്പറായിരുന്നു. ഓ എന്ത് പറയുന്നു ഞങ്ങളെ പറ്റി, ഞങ്ങളുടെ ടീമിനെ പറ്റി? ഞങ്ങൾ ഇത് തൊഴുതത് ആ ചെണ്ടയാണ്. അതെ. ഓഹോ, കേക്കട്ടെ. പ്രജിൻ പറയൂ. പ്രജിൻ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ടീം? കുഴപ്പമില്ല, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ വളരെയധികം ടെൻഷനിലാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് ഈ 6 ചെണ്ടയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ സ്റ്റേജിൽ അത്യാവശ്യം 3 ചെണ്ട വെച്ച് നാടൻപാട്ട് ട്രൂപ്പുകളിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ അതുപോലെ എന്താ പറയാ, നമ്മളൊരു സ്വപ്നം കാണുന്ന പോലെയാണ് ഇതിലുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള പ്രഗത്ഭമാരെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പ്രജിന്റെ ഒരു ചെറിയ സമയമാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലുള്ളത്. ഉള്ള സമയത്ത് ഞെട്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു. അത് മാത്രമല്ല, ദേവിയായിട്ട് ഒന്നിച്ച് നിങ്ങൾ അതിനടുത്ത ഒരു മനസ്സുണ്ട് ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും അത് ചെയ്യാന്ന് മാത്രമല്ല 100% അത് വിജയമാക്കി. താങ്ക് യു. എന്തിന് കലാസമിതി ഉണ്ടെന്ന് അറിയാം, പക്ഷെ അതല്ലാണ്ട് പ്രജിൻ വർക്ക് ചെയ്യുന്നോ? എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഇവിടെ ഫേസ് പാലറ്റ് മേക്കപ്പ് അക്കാദമിയിൽ ഡിപ്ലോമ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ? അങ്ങനെയാണ്. ഇത് നല്ല ഏരിയ ഉള്ള ഒരു മുഖമുണ്ട്. അതാ പറഞ്ഞേ. ഈ മൾട്ടി ടാലന്റ് പറയും പോലെ ഈ ചെണ്ട വിത്ത് മേക്കപ്പ് അങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാം. ആലോചനയിലുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഐഡിയ. മേക്കപ്പിനോട് കൊതിയില്ലാത്ത 2 പേരാണ് അടുത്ത. പിന്നെ അടുത്ത പ്രജിൻ മ്യൂസിക് വിത്ത് ബോഡി ഷോ, അതൊക്കെ അങ്ങനെ ആവശ്യം വരുമ്പോ എന്നെ വിളിക്കണം. ഫോറിൻ ട്രിപ്പ് ഒക്കെ തീർച്ചയായിട്ടും.